വരകളിലൂടെ, ചലച്ചിത്രത്തിലൂടെ, പെയിൻറ്റിങ്ങുകളിലൂടെ വർഗീയതയ്ക്കും തിന്മയ്ക്കും ഒക്കെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് നേമം പുഷ്പരാജ് എന്ന വിവാദ ചിത്രകാരനും ചലച്ചിത്രകാരനും. അദ്ദേഹം തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാനത്ത് ഫൈൻ ആർട്സ് കോളേജിലൊരു എക്സിബിഷൻ, ചിത്രകലയുടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹവുമായിട്ട് ഇൻ്ററാക്ഷൻ നടത്താൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയങ്ങളും അദ്ദേഹം തന്ന ആ പ്രത്യേക അഭിമുഖത്തിൻ്റെ വിശേഷങ്ങളും ഒപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രകലയുമാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു മടങ്ങാം. എക്സ്പ്രഷൻ ആൻഡ് ഐ ഓൺ ആർട്ട് പ്രസൻസ് ഡിസ്റ്റോപ്പിയ ആർട്ട് എക്സിബിഷൻ ബൈ നേമം പുഷ്പരാജ്, കോളേജ് ഓഫ് ഫൈൻ ആർട്സ് കോളേജ് പാളയത്ത് നിന്ന് August 23 മുതൽ 31 വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് കേരളയുടെ മുന്നിലാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി ഇതിൻ്റെ വിശേഷങ്ങളെ കാണാം. അപ്പോൾ ആർട്സ് കാണണ്ടേ നമുക്ക്, അതാണ് അതിന് മുന്നിൽ ഫൈൻ ആർട്സ് കോളേജിന് മുന്നിലെ ദൃശ്യങ്ങളാണിത്. ഇവിടുത്തെ പിള്ളേർ ഒക്കെ പകർത്തിയ അവരുടെ കൈവിരുതുകൾ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് അതെല്ലാം കണ്ടുവരാം. ആദ്യം നമുക്ക് ഫൈൻ ആർട്സിൻ്റെ ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് അകത്ത് പോയി കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഒറിജിനൽ മനുഷ്യനാണെന്നേ. കണ്ട അത്രയ്ക്ക് ശരിക്കും ഒരു എന്താ പറയുക, ശരിക്കും ഒരു മനുഷ്യൻ നിൽക്കുന്ന ഫീലിംഗ് ഉണ്ട്. സൂപ്പർ. അയ്യോ കണ്ട. അപ്പോൾ കലാവിരുത് കണ്ട, കൈവിരുത് കലാവിരുതൊക്കെ കണ്ടല്ലേ, സൂപ്പർബായിട്ടുണ്ട് കണ്ട. ഓരോരുത്തരെ ശരിക്കും ആ ഒരു ഒറിജിനാലിറ്റിയോടെ കൊത്തിവെക്കുക എന്ന് പറയുന്നതേ അത് വലിയ സംഭവമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ് അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ കലാവിരുത് എത്രമാത്രം ഉന്നതമാണ്. പക്ഷേ നമ്മൾ കൊച്ചു മനുഷ്യർ എന്തെല്ലാം അല്ലേ. വെരി ഗുഡ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായല്ലോ. തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഫൈൻ ആർട്സ് കോളേജിന് മുന്നിലാണ്. പാളയത്ത് നമ്മുടെ പാളയം മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, നമ്മുടെ ഗണപതി അമ്പലം എല്ലാം ചേരുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ തിരുവനന്തപുരത്തിൻ്റെ, നമ്മുടെ സ്വന്തം തലസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ പാളയത്ത് ഉള്ള പബ്ലിക് ലൈബ്രറിക്ക് തൊട്ടടുത്താണ് നമ്മുടെ എന്താ പറയുക ഫൈൻ ആർട്സ് കോളേജ്. അതിന് ഒരുപാട് ചരിത്രമുണ്ട് പറയാൻ. നമുക്കിങ്ങനെ വഴി ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പറഞ്ഞു പോകാം. ചിലപ്പോൾ എൻ്റെ വാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഫൈൻ ആർട്സ് കോളേജിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകളാണ്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് അകത്തുള്ള ആ ചിത്ര പ്രദർശനം കാണേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മുൻവശത്തെ കാഴ്ചകൾ. ചിലതൊക്കെ കാട് കയറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അകത്ത് നോക്കാം. ഇത് കണ്ട ഫാന്റാസ്റ്റിക് കാഴ്ചകൾ. വാവ്, എന്തെല്ലാം കാഴ്ചകളല്ലേ. ഇതേണ്ടൊരു മനുഷ്യനവിടെ കുത്തിയിരിക്കുന്നു മതിലിൽ. തൊട്ടപ്പുറം കാണുന്നത് നമ്മുടെ പബ്ലിക് ലൈബ്രറിയുടെ കെട്ടിടമാണ്. അപ്പോൾ നമുക്ക് തിരിഞ്ഞ് പതുക്കെ അകത്തോട്ട് കയറാം. ഇതൊക്കെ ഒരു സൈഡിലെ കാഴ്ചകളാണ്. അപ്പോൾ അകത്ത് കയറി ഇതിൻ്റെ ഈ കാഴ്ചകളൊക്കെ പകർത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോകാം ഇല്ലേ. കണ്ടോ, എന്തുകൊണ്ടും കല ഉണ്ടാക്കുന്ന സംഭവം കണ്ട. ഇവിടെ ഒരു രൂപം കണ്ട, ഇത് സൂപ്പർബായിട്ടില്ലേ ഇല്ലേ. ശരിക്കും പറഞ്ഞാൽ തീ കത്തി നിൽക്കുന്ന ഒരു രൂപമില്ലേ. അതിൻ്റെ ആ ഒരു സമ്മതിക്കണം ആൾക്കാരുടെ തല ഇല്ലേ. ഇതൊക്കെ ചുമ്മാ വരുന്നതല്ല, ശ്രദ്ധി വേണം അല്ലേ. എൻ്റെ പിന്നിന് കണ്ട ഒരു നമ്മളെ മുട്ടും ഇതാണ്, അതാണ്ട് സെറ്റി പിന്നാണ്, സാരി പിന്നാണ് തൻ്റെ ആ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം ഇല്ലേ. നമ്മൾ ഫൈൻ ആർട്സ് കോളേജിൻ്റെ അകത്ത് കയറി ഈ കാഴ്ചകളൊക്കെ പകർത്തി വരാം. ആദ്യത്തെ പടികളിങ്ങനെ കയറാം. അതെല്ലാം ഫൈൻ ആർട്സ് കോളേജിൻ്റെ ഭാഗങ്ങളാണ്. റൈറ്റ്, നമ്മളിതാ ഉള്ളിലോട്ട് കയറി. അതൊരു സ്റ്റേജ് അവിടുത്തെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തിരിച്ചിങ്ങനെ നടക്കാം. വലത് സൈഡിൽ കൂടെ ഇങ്ങനെ പോയാൽ കാഴ്ചകളെല്ലാം പകർത്തി വരാം. വലത് സൈഡ് പ്രിൻസിപ്പലിൻ്റെ റൂം. അത് കഴിഞ്ഞ് നേരെ പോകുമ്പോഴാണ് ഈ ആർട്ട് ഗാലറി. ഭരണഭാഷ മാതൃഭാഷ ദയവായി അപേക്ഷകളും ഹർജികളും മലയാളത്തിൽ സമർപ്പിക്കുക എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. കോളേജ് പരിസരത്ത് മയക്കുമരുന്ന് വിൽപ്പന സംശയം തോന്നിയാൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പരാതി അറിയിക്കാൻ മടിക്കരുത്. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നോട്ടീസ് ബോർഡാണ്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം അതൊന്നുമല്ല. നമ്മുടെ ഉദ്ദേശം ഈ ഡിസ്റ്റോപ്പിയ അല്ലേ എന്ന ഗാലറി, ആർട്ട് ഗാലറി കാണാൻ ഉള്ള പുറപ്പാട്. DCCR ഉണ്ട്, CC സർവൈലൻസ്. അപ്പോൾ നമ്മൾ കയറുന്നു.
അപ്പോൾ ഇന്നത്തെ എക്സിബിഷൻ്റെ ആൾ നേമം പുഷ്പരാജാണ്. ആർട്ടിസ്റ്റ്, ഫിലിം ഡയറക്ടർ, ആർട്ട് ഡയറക്ടറൊക്കെയാണ് അദ്ദേഹം. റൈറ്റർ. ഈസ് എ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ, ഗ്രാജുവേറ്റ് ഇൻ പെയിൻറ്റിംഗ് ഫ്രം ഫൈൻ ആർട്സ് കോളേജ് ട്രിവാൻഡ്രം. 1985 ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയാണ് അദ്ദേഹം. 1986 എൻസൈക്ലോപീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചർ, ഗവൺമെൻറ് ഓഫ് കേരളയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. അദ്ദേഹം അതിൻ്റെ തലവനായിരുന്നു. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് തലവനായിരുന്നു. Internationally exhibited artists, Veman's work are collected by Kerala Lalita Kala Academy, Central Lalita Kala Academy, ITDC, KTDC, തിരുവനന്തപുരം മ്യൂസിയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കാണാം. ഈസ് ഓഥർ ഓഫ് 3 books, namely കാനായ കുഞ്ഞിരാമൻ, ആർട്ടിസ്റ്റ് ഓഫ് മെഗാഫോംസ്, രാജരവിവർമ്മ, ആർട്ട്, ടൈം ആൻഡ് ലൈഫ്, ആൻഡ് TK പത്മിനി. അങ്ങനെ 3 പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹിസ് വർക്ക്സ് ഹാസ് ബീൻ ദ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡീസ് സൂക്ഷ്മ സത്യത്തിൻ്റെ ദർശനം ബൈ ഗോപകുമാർ ആൻഡ് കലയുടെ ബഹുസ്വരത ബൈ ഡോക്ടർ രാജ വാര്യർ എന്നത് അത് സ്റ്റഡിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഫീച്ചർ ഫിലിം നിർമ്മിച്ചിട്ടുണ്ട്. ഗൗരി ശങ്കരം, കുക്കിളിയാർ, ബനാറസ്. പിന്നെ കാനായ കുഞ്ഞിരാമൻ എന്ന ഡോക്യുമെൻ്ററി അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. മെറോഡിസ് ഓഫ് കേരള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ അവാർഡുകളും ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് 2003, 2013, 2005 അങ്ങനെ ഒരുപാട് അവാർഡൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കരവിരുതുകൾ കാണാം അല്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പെയിൻറ്റിങ് സെക്ഷനിലേക്ക് മാറാം. നിശബ്ദത വേണേ.
ഒരിക്കൽ കണ്ടിട്ട് യേശുവിൻ്റെ മുൾക്കിരീടമെന്ന യേശു, താഴെ നമ്മുടെ കാൾ മാക്സ്, ബുദ്ധൻ, ഗാന്ധി, ബ്രഹ്മാവോ, സംഗതി സൂപ്പറായിട്ടുണ്ട്. ഇവിടെ അടുത്ത് നമ്മുടെ ഗാന്ധി, നാരായണഗുരു, വിവേകാനന്ദ സ്വാമികൾ. ഭയങ്കര ആശയമാണ് ഇതിൻ്റെ പിന്നിൽ. പക്ഷേ ഇത് വിവരിച്ചു തരാനുള്ള ബുദ്ധി എനിക്കില്ലാത്തതുകൊണ്ടേ തൽക്കാലം ക്ഷമിക്കുക. ഒരാളിൻ്റെ രൂപമാണ് അതിൻ്റെ അകത്ത്, ഒരു ഘടികാരത്തിനകത്ത്. സൂപ്പർ. ഈ ആർട്ട് മനസ്സിലായ ഇപ്പോൾ പശുവിൻ്റെ പേരിലാണല്ലോ മനുഷ്യനെ കൊല്ലുന്നത്. അത്ര സുന്ദരമായിട്ട് സിമ്പിളായിട്ട് അദ്ദേഹം അത് ഒരു പെയിൻറ്റിങ്ങിൽ വരച്ചിട്ടുണ്ട്. ഫാന്റാസ്റ്റിക്. അത് കണ്ട നീതി ദേവത, നീതി എവിടെ? വരകളിലൂടെ അധർമ്മത്തിനെതിരെ നീതിക്ക് വേണ്ടി ഉള്ള പടപ്പുറപ്പാട് കണ്ട. എല്ലാം ഒന്നിനൊന്നും വെച്ചാണല്ലോ. സൂപ്പർ. ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടം. എന്തോരം സമയം എടുത്തിട്ടുണ്ടാവും അദ്ദേഹം ഈ ചിത്രങ്ങളൊക്കെ വന്ന് ഫിനിഷ് ചെയ്യാനേ. എന്നാലും നേമം പുഷ്പരാജിനൊരു ബിഗ് സല്യൂട്ട്. ഇത് കണ്ട, അതിലും ഒരു തലയുടെ ഭാഗം കണ്ട, ഒരു രൂപം. ശരിക്കും പറഞ്ഞാൽ ഈ മോഡേൺ ആർട്ട് എന്നൊരു സംഭവമുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ തലയിൽ അല്പം ആൾ താമസം വേണം. എനിക്കതില്ലാത്തത് കൊണ്ട് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ എന്നാണ്. അപ്പോൾ കണ്ട, ചിത്രങ്ങളുടെ ഒരു വലിയ സംഭവമാണ്. നമസ്കാരം. ഈ ഡിസ്റ്റൻസ് ഒക്കെ മതിയോ? ഇത് പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ നേമം പുഷ്പരാജ്. ചിത്രകാരനാണ്, ബേസിക്കലി ആർട്ട് ഡയറക്ടറാണ്, സിനിമയുടെ ആർട്ട് ഡയറക്ടറാണ്, ഫിലിം ഡയറക്ടറാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ഇന്നലെ അടൂർ സാറ് ഉദ്ഘാടനം ചെയ്തൊരു ചിത്ര പ്രദർശനം നടക്കുകയാണ്. ഇന്നലെ മുതൽ തുടങ്ങി, 23-ാം തീയതി തുടങ്ങി 31 വരെയുണ്ട്, ഓഗസ്റ്റ്. ഒരു സമകാലികമായ വിഷയങ്ങളാണ് എൻ്റെ പെയിൻറ്റിങ്ങുകൾക്ക് ഒരു ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ അത് ഇന്ന രീതിയിൽ വരയ്ക്കണമെന്നോ അല്ലെങ്കിൽ അത് ചിത്രത്തിനകത്തൊരു ആശയം ഉണ്ടാകണോ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ചിത്രകാരൻ്റെ മനസ്സിൻ്റെ, അയാളുടെ കാഴ്ചപ്പാടനുസരിച്ച് വരയ്ക്കാം. അത് അബ്സ്ട്രാക്റ്റ് ആവാം, വളരെ ഒരു ഫാൻറ്റസി ആവാം, അല്ലെങ്കിൽ ക്യൂബിസം സ്റ്റൈലിലാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ചിത്രങ്ങളെന്ന് പറയുന്നത് അതിനുള്ളിൽ ഒരു ആശയം ഉണ്ടാകണമെന്നും അതിനുള്ളിൽ ഞാനുണ്ടാകണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ, സ്വപ്നങ്ങളെ ഒക്കെ ഇറക്കി വയ്ക്കാനുള്ളൊരു ഉപാധിയായിട്ടാണ് ഞാൻ എൻ്റെ ചിത്രകലയെ കാണുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടിക്കാലം മുതൽ അത്യാവശ്യം ഈ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുകയും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന അപഭ്രംശങ്ങൾ, മൂല്യച്യുതി, ഇതൊക്കെ പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. നമ്മൾ മാതൃകയായിട്ട് കാണുന്ന ആൾക്കാർ അപജയം സംഭവിക്കുമ്പോൾ അവരൊന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കാറുണ്ട്. അത്തരം അപഭ്രംശങ്ങളാണ് കൂടുതലും എൻ്റെ ചിത്രങ്ങളിൽ വിഷയമായിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം അത്തരത്തിലുള്ളതാണ്. ഇപ്പോൾ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഹീനമായ കാര്യങ്ങളിലേക്ക് നീങ്ങുക, അല്ലെങ്കിൽ കോടതികൾ വിധികളിൽ പോലും സത്യസന്ധത ഇല്ലാതെ വരിക, വളരെ വേദനിപ്പിക്കുന്ന ഇതാണ്. നമ്മുടെ അവസാനത്തെ ആശ്രയമാണ് കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ കോടതികളിൽ പലപ്പോഴും നമുക്ക് നീതി ലഭിക്കാതിരിക്കുന്നു. രണ്ട് സൈഡിൽ നിന്നുള്ള വാദം കേട്ട ശേഷമാണ് വിധി പ്രഖ്യാപിക്കപ്പെടുന്നത്. സാക്ഷിയുടെയും പ്രതിയുടെയും വാദിയുടെയും ഒക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ സാക്ഷിമൊഴിയാണ് പ്രധാനമായിട്ട് കോടതികൾ ശ്രദ്ധിക്കുന്നത്. സാക്ഷികളെ വിലക്കെടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സമ്പത്തും അധികാരവും ഉണ്ടെങ്കിൽ പലതിനും വിലക്കെടുക്കാൻ കഴിയും. അവർക്ക് ഈ തെളിവുകളൊക്കെ പലപ്പോഴും വിലക്കെടുക്കാൻ കഴിയും. അതോടുകൂടി തന്നെ കോടതി വിധികൾ അട്ടിമറിക്കപ്പെടും. നമുക്ക് പ്രകടമായി അറിയാവുന്ന കുറ്റക്കാരെ രക്ഷപ്പെടുന്നത് സമൂഹത്തിൽ കാണാറുണ്ട്. അതുമൊക്കെ വേദനിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അതും വിമർശനാത്മകമായി ചിത്രീകരിക്കുന്ന ഒരുപാട് പെയിൻറ്റിങ്ങുകൾ ഒരു സീരിയലായിട്ട് തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ മാതൃകളായിട്ടുള്ള നവോത്ഥാന പുരുഷന്മാർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ, അല്ലെങ്കിൽ ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ ഒരു ആധികാരികമായ ഒരു സിമ്പലാണ് ഗാന്ധിജി. ഗാന്ധിജിയെ വിൽക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയിൽ നിന്ന് അണികൾ അകന്നു പോകുന്നു. ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞത് അതിൻ്റെ അവരുടെ ശിഷ്യർ അല്ലെങ്കിൽ അവരുടെ അണികൾ അതിനെ തകിടം മറിച്ചുകൊണ്ട് ആ നന്മകളെ ഇല്ലാതാക്കിക്കൊണ്ട് ആ മൂല്യങ്ങളെ വെടിഞ്ഞുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിനെ ശരിക്കും സംഘർഷഭരിതമാക്കും, ചിലപ്പോൾ ഉറക്കം കെടുത്തും. ഇത്തരം ഘട്ടങ്ങളിൽ ഇത് ഒന്ന് വരച്ചു വെച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര ആശ്വാസമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറക്കി വെക്കുന്ന ഒരു ഫീലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുള്ളത്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഇതിനകത്ത് വരാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തെ വിറ്റ് നടക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. അവസരത്തിന് വേണ്ടിയിട്ട് ഏത് ദാർശനിക ചിന്തകളും ഇല്ലാതെ പല പാർട്ടിക്കുള്ളിലും കടന്നുകൂടുകയും അതിൻ്റെ നേർനിരയിലെത്തുകയും അവസാനം പാർട്ടിയെ വിറ്റ് നടക്കുന്നവരും ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും, ചുറ്റുവട്ടത്ത് കാണാൻ പറ്റും. അവരൊരു പക്ഷേ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അത് വിട്ടിട്ട് പോവുകയും ചെയ്യും, അടുത്ത കൂടുതൽ അവസരം നോക്കി പോകുന്നവരായിരിക്കും. അപ്പോൾ അത്തരം ചിത്രങ്ങളും ഈ എൻ്റെ ചിത്രത്തിൻ്റെ വിഷയമായി വന്നിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ ഒരു മുഖംമൂടി അണിഞ്ഞ ഒരാൾ കുറേ ഗാന്ധിജിയെയും കാറൽ മാർക്സിനെയും യേശുവിനെയും ബുദ്ധനെയും ഒക്കെ മറ്റ് മതചിഹ്നങ്ങളെയും ഒക്കെ വിറ്റ് നടക്കുന്ന ഒരു വിൽപ്പനക്കാരൻ്റെ ഒരു ചിത്രമുണ്ട്. അതൊക്കെ ഈ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഒരുവിധം ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനെയും നിരാശപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവയാണ് ഏറ്റവും കൂടുതലായിട്ട് ചിത്രങ്ങളിൽ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ എൻ്റെ സ്വപ്നങ്ങളുണ്ട്, എൻ്റെ സങ്കല്പങ്ങളുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ പിന്നെ ചിത്രത്തിന് വിഷയമായിട്ടുണ്ട്. സാർ, അത് സാറിൻ്റെ തൊട്ട് പുറകിലൊരു പെയിൻറ്റിംഗ് ഉണ്ട്, നമ്മളൊന്ന് അങ്ങോട്ട് പോയാലോ? അത് സാർ എന്താണ് അതിൽ ഉദ്ദേശിച്ചത്? സാറ് ഓക്കെ, ഇതിൽ തുടങ്ങി അങ്ങ് പോകാൻ മാത്രം. ഇതൊന്ന് എന്താണ് ഇത്? ആ ഒരു കുറേ ചിത്രങ്ങൾ പല കാലഘട്ടം ആണോ, അതോ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ ഒരു സറിയലിസ്റ്റിക് ഭാവന പലപ്പോഴും വരാറുണ്ട്. റിയലിസത്തിൽ ഫാൻറ്റസി കലർന്നിട്ടുള്ള ഒരു സങ്കല്പം എൻ്റെ ചിത്രങ്ങളിൽ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ വരച്ചു തുടങ്ങുന്നതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും പലരും സാൽവദോർ ഡാലിയിലേക്ക് ഇത് കൊണ്ടുവന്ന് കെട്ടും, അദ്ദേഹത്തിൻ്റെ നമ്മൾ കോപ്പി ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഇത് അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു ഘട്ടത്തിൽ എൻ്റെ ചിത്രരചന നിന്നു, ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടായി. അപ്പോഴത്തേക്കും പിന്നീടാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്നെ സ്വാധീനിച്ചത് ഇതൊന്നും ആയിരുന്നില്ല. ആനയുടെ തലയുള്ള ഗണപതിയും അതൊരു ദൈവിക പരിവേഷത്തിലല്ല, നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിൽ നരസിംഹത്തിൻ്റെ തലയുള്ള പിന്നെ നരസിംഹമൂർത്തി എന്ന് പറയുന്നത്, വാമനൻ, ഇതെല്ലാം നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ടു വളരുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സറിയലിസം. അത് ഭയങ്കര ഒരു ഫാൻറ്റസിയാണ്. അപ്പോൾ ഇത് ഒരു ഡാലിയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ലോകത്തെമ്പാടും ഇതുണ്ട്. ഡാലിക്ക് മുമ്പ് എത്രയോ കാലമായിട്ടുണ്ട്. എല്ലാ ലോകരാഷ്ട്രങ്ങളിലും അത് സറിയലിസ്റ്റിക് ഭാവനകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സമാഹാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഡാലിയും വന്നിട്ടുണ്ട്. അതാണ് ഈ ചിത്രം. സാർ, അത് എന്താണ്? നമ്മുടെ യേശുദേവനുണ്ട്, കാറൽ മാർക്സ് ഉണ്ട്, പിന്നെ ബുദ്ധനുണ്ട്, ഗാന്ധിജിയൊക്കെ ഉണ്ടല്ലോ. സാർ എന്താണ് ഉദ്ദേശിച്ചത് ഈ ചിത്രം കൊണ്ട്? ഈ ചിത്രം തീർച്ചയായിട്ടും ഈ ഒരു എല്ലാം വിറ്റ് നടക്കുന്ന ഒരു അവസരവാദിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാവാം, അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതിയിൽ നിൽക്കുന്നവനാവാം. ഇവൻ ഈ മതങ്ങളെ ഉപയോഗിക്കുന്നു, ക്രൈസ്റ്റിനെ ഉപയോഗിക്കുന്നു, കാറൽ മാർക്സിനെ ഉപയോഗിക്കുന്നു, ഏറ്റവും വലിയ മഹത്തരമായ ഒരു ആദർശത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ശ്രീബുദ്ധനെ ഉപയോഗിക്കുന്നു, ബ്രഹ്മാവിനെ, സൃഷ്ടികർത്താവിനെ വിറ്റ് നടക്കുന്നു. അങ്ങനെ ഒരു വിൽപ്പന ചരക്കായിട്ട് എല്ലാത്തിനെയും കാണുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതാണ് ഈ ചിത്രത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ സ്വാമി വിവേകാനന്ദനുണ്ട്, ഗാന്ധിജിയുണ്ട്. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ രണ്ട് വലിയ ഐക്കണുകളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയും കേരളത്തിൻ്റെ ഇരുളടഞ്ഞ കേരളത്തെ ഒന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ഇവർ രണ്ടുപേരും ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങളെ മുഴുവൻ ശരിക്കും അവരുടെ തന്നെ അണികളിരുന്നിട്ടാണ് ഇതിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ആദർശമല്ല, അവിടെ വിൽപ്പനയാണ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഈ മഹാവടവൃക്ഷത്തെ ഒരു ഏറ്റവും താഴെ ഒരു എലി ഇരുന്ന് അതിൻ്റെ വേരുകളെ കാർന്ന് തിന്നുകയാണ്. ഇത് അതിൻ്റെ അണികൾ തന്നെയാണ്, വേറെ പുറത്തുനിന്ന് ആരുമല്ല.
ഈ പണ്ടേ നമ്മൾ ശ്രീബുദ്ധനെ ഇവിടുന്ന് ശിരച്ഛേദം ചെയ്ത് നാട് കടത്തി. വിവേകാനന്ദനെയും ഇപ്പോൾ പലതരത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്താണോ ഉദ്ദേശിച്ചത് അതല്ല, മറിച്ച് അതിൻ്റെ നല്ല മൂല്യങ്ങളെ വിൽപ്പന ചരക്കാക്കാൻ എങ്ങനെ പറ്റുമെന്നാണ് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നത്. ഇത് ഘടികാരണത്തിനുള്ളിലെ മനുഷ്യരാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് വരാം. അപ്പോൾ അതാണ് ഓക്കെ, കുറച്ച് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇത് വളരെ പ്രകടമാണ്. ഇതിനകത്ത് സത്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആനുകാലികമാണ്. അതായത് മനുഷ്യനെ ഈ പശുക്കളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഒരു സംസ്ഥാനത്തിന് ഉള്ളിൽ തന്നെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവനെ കൊണ്ടുപോകുന്നവനെ അത് മാംസമാക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ധാരാളമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു ഇടയ്ക്ക് വലിയ പത്രവാർത്തകളായിരുന്നു, ഇപ്പോൾ അതൊരു വാർത്തയല്ലാതായി. അപ്പോൾ അത്തരത്തിൽ മനുഷ്യന് കൊടുക്കുന്ന ഈ ഒരു പശുവിനോ അല്ലെങ്കിൽ ഒരു ജന്തുവിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും മനുഷ്യന് കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ എൻ്റെ ചിന്ത പോയത്, ഇത് പണ്ട് ഗോക്കളം വെച്ച് നടന്ന ഒരു പശുപാലകൻ ഉണ്ടായിരുന്നു ഇവിടെ, കൃഷ്ണൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇന്ന് അവൻ യാദവനാണ്, കറുത്തവനാണ്. അവൻ ഇന്ന് പശുക്കളെ കൊണ്ടിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥ അയാൾക്കും ഉണ്ടാവും, കൃഷ്ണനും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പുല്ലാങ്കുഴൽ താഴെ കിടപ്പുണ്ട്, അനാഥരായിട്ട് അന്ന് പശുക്കളെ മേച്ച് നടന്ന ശ്രീകൃഷ്ണന്റെ അവസ്ഥ ഇതാകും എന്ന് എൻ്റെ ആശങ്കയാണ്. ഞാൻ കാലചക്രത്തിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരും. അദ്ദേഹം കിടക്കുന്ന കിടപ്പ് നമ്മുടെ പിയാത്തയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കിടപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ കന്യാമറിയത്തിൻ്റെ മടി കിടക്കുന്ന ഒരു പിയാത്തയുടെ ആ ഒരു പോസാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തത് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപഭ്രംശമാണ് ടോട്ടൽ എൻ്റെ കാഴ്ചപ്പാടിൽ പല മേഖലകളിലും നടക്കുന്നത്. അതെ, പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നീതി പാലനം പലപ്പോഴും വളരെ സംശുദ്ധമായി നടക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്നുണ്ട്. അബലകളായിട്ടുള്ളവർ, അല്ലെങ്കിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ പറ്റാത്തവർ, കാശില്ലാത്തവർ, സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയാത്തവർ, നല്ല ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പെടുത്താൻ പറ്റാത്തവർ, അവരുടെയൊക്കെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. ഏറ്റവും വില കൂടിയ കാശ് കൊടുത്ത് വലിയ അഡ്വക്കേറ്റ്സുമാരെ ഇറക്കി വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവർ വാദിച്ച് ജയിക്കുന്നു. ആ കൂട്ടത്തിൽ സാക്ഷികൾ അവർ വിലക്കെടുക്കുന്നു. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, ഏറ്റവും അവസാനമാകുമ്പോൾ സാക്ഷികൾ കൂറുമാറുന്നു. ഇത്തരത്തിൽ നീതിയെ തകിടം മറിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് പലപ്പോഴും കോടതി മുറികളിൽ തന്നെ പിന്നെ ജഡ്ജിമാരുടെ വിധിയെക്കുറിച്ച് വിമർശനം കോടതിയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതികൾ അതിൻ്റെ മുകളിലുള്ളവരോ അല്ലെങ്കിൽ മറ്റ് ജഡ്ജസോ ഈ വിധി ശരിയല്ല എന്ന് പറയുന്ന അവസ്ഥകൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ജഡ്ജിനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. പക്ഷേ അത് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക്, ആശങ്കയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സിമ്പലാണിത്. ഈ അടുത്ത കാലത്തൊരു സിനിമ, സൂര്യയുടെ സിനിമ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ ഈ നീതിപീഠവുമായി ബന്ധപ്പെട്ടാണ്. സാർ ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ്. ആ സിനിമ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. കറുപ്പ് സൂര്യ അഭിനയിച്ചത് 300 കോടി ക്ലബിൽ കയറിയ ഏതാണ്ട് ഈ നീതി നിഷേധത്തിനെതിരെയുള്ളൊരു ബെസ്റ്റ് ഫിലിമാണ്. സാർ ഒന്ന് കണ്ടു നോക്കിയിട്ട്. ഈ ചിത്രം ഇതും ഈ പറയുന്നത് പോലെ മിക്കവാറും വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇത് പക്ഷേ 2 തലത്തിൽ ഞാൻ ഈ ചിത്രത്തെ കാണുന്നുണ്ട്. അതായത് ഒന്ന്, ഇവിടെ ബൗദ്ധ പാരമ്പര്യത്തെ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് തൂത്തുകളഞ്ഞത് ശങ്കരൻ വന്നിട്ടാണ്, ശങ്കരാചാര്യർ വന്നിട്ടാണ് ബുദ്ധമതത്തെ തന്നെ ഇവിടെ നിന്ന് വാനിഷ് ചെയ്യുന്നത്. മറിച്ച് അതൊരു ചതിവിലൂടെയാണ്. അല്ലെങ്കിൽ ഈ ചിത്രത്തെ ഞാൻ 2 തരത്തിലാണ് കാണുന്നത്. ആ 2 തരത്തിൽ കണ്ടാണ് ഞാൻ വരച്ചത്. കാരണം സമാനമായ 2 സംഭവങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഒന്ന്, ഇവിടെ വളരെ ജാതിക്കും മതത്തിനും അതീതമായ ഒരു വലിയ സംസ്കാരമായിരുന്നു ബുദ്ധമതം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരെയും സ്നേഹത്തിലൂടെ ചേർത്ത് നിർത്തുന്ന ഒരു മതമായിരുന്നു. പക്ഷേ അതിൻ്റെ വളർച്ച വളരെ കൂടുകയപ്പോഴത്തേക്കും ശങ്കരാചാര്യർ വന്നിട്ട് ബുദ്ധമതത്തെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയായിരുന്നു, വാനിഷ് ചെയ്യുകയായിരുന്നു. സെയിം മറ്റൊരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ, ഈ താഴെ ഇരിക്കുന്നത് ഒരു നീതിമാനാണ്. അദ്ദേഹം ത്രാസ് കയ്യിലുണ്ട്, അഗ്നിയുണ്ട്. അഗ്നി എന്ന് പറഞ്ഞാൽ മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന അഗ്നി കണ്ടുപിടിച്ചതോടു കൂടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ പുരോഗതിയുടെ
ഒരു സിമ്പലായിട്ട് അഗ്നിയുണ്ട്, നീതിയുടെ സിമ്പലായിട്ട് ത്രാസുണ്ട്. അങ്ങനെ ഒരു നീതിമാനായ ഒരു ചക്രവർത്തിയെക്കുറിച്ച് കേരളത്തിൽ പറയുന്നത് മഹാബലിയാണ്. അങ്ങനെയുള്ള മഹാബലിയെ ഒരു കുള്ളൻ്റെ രൂപത്തിൽ വന്ന് ചതിക്കുകയാണ്. അത് ചതിവല്ല എന്ന് പറയാൻ പറ്റും. ഒരാൾ വേറൊരാളായി അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ട് വന്ന് 3 ദിവസം സ്ഥലം ചോദിക്കുന്നു, എന്നിട്ട് മാറി എല്ലാം അപഹരിക്കുന്ന തരത്തിലൊരു വലിയ ചതിവാണ് നടന്നത്. അപ്പോൾ ആ ചതിവ് എന്നിട്ട് ഈ വാമനൻ മുകളിലിരുന്നു കൊണ്ട് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നു. ഞാൻ ഇതിനകത്തൊരു ആയുധ പ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ കുത്തി വീഴ്ത്തുന്നതായിട്ടാണ് ഞാൻ ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കുത്തി വീഴ്ത്തുന്നതിൽ നിന്ന് ഉത്ഭവിച്ച അല്ലെങ്കിൽ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ചോരയാണ് ഈ താഴെ കിടക്കുന്ന പൂക്കളമായിട്ട് മാറുന്നതെന്നും ഇന്ന് നമ്മളിടുന്ന അത്തപ്പൂക്കളം ആ ഒരു മഹാബലിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയ്ക്കാണെന്നുമാണ് എൻ്റെ ഒരു വ്യാഖ്യാനം. അതാണ് ഈ ചിത്രത്തിലൂടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഈ ചിത്രത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും ഇന്നത്തെ ഈ കോടതികൾ തന്നെയാണ്. കോടതികൾ ഒരുപാട് കാശുള്ളവന് നല്ല വക്കീലന്മാരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നല്ല വക്കീലന്മാരെ ഏർപ്പാട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വക്കീൽ വന്നിട്ട് അത് വാദിയാണോ പ്രതിയാണോ അയാൾ കൊലപാതകിയാണോ ഇതൊന്നും അവർ നോക്കുന്നില്ല. അവരവരുടെ ഫീസ് പറയുന്നു, കേസ് ഏറ്റെടുക്കുന്നു, വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ തൽക്കാലത്തേക്ക് ഒരു മുഖംമൂടി എടുത്ത് അണിയുകയാണ് ചെയ്യുന്നത്. അത് ഏതാൾക്കും ആവാം. ആദ്യം വാദിയാണ് ഇയാളെ സമീപിക്കുന്നതെങ്കിൽ വാദിക്ക് വേണ്ടി പറയുന്നു, പ്രതിയാണ് കൂടുതൽ ഫീസ് കൊടുത്തിട്ട് ഇയാളെ സമീപിക്കുന്നതെങ്കിൽ പ്രതിക്ക് വേണ്ടി. അവിടെ ഒരു തത്വദീക്ഷ എന്ന് പറയുന്നില്ല, വെറും ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് കേസിനെ വിജയിപ്പിക്കുക, അയാളുടെ ഭാഗം വിജയിപ്പിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് നീതിപീഠം ഒരു ഉറച്ച നിലയിൽ നിൽക്കാൻ പറ്റാതെ നീതിപീഠം ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ വീണു പോകുമോ എന്നുള്ള ഒരു പരിഭ്രാന്തി നമ്മളിലേക്ക്, ഈ പ്രേക്ഷകരിലോ അല്ലെങ്കിൽ ഇത് കാണുന്നവരിലേക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് എപ്പോഴും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നന്നായിട്ട് വാദിച്ച് വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യം ചെയ്യിക്കണമെന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇതിനകത്ത്. ഈ കഴുകൻ്റെ കണ്ണോടുകൂടി വളരെ സൂക്ഷ്മമായി, കഴുകൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഭയങ്കര സൂക്ഷ്മമാണ്. അപ്പോൾ അത് നീതി വായിച്ച് പിന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള മാർഗം മാത്രമാണ് തേടുന്നത്. ഈ വക്കീലിൻ്റെ തന്നെ കയ്യിൽ ഒരു പൂവും അയാളൊരു കത്തിയും സൂക്ഷിച്ചിട്ടുണ്ട്. രക്ഷിക്കാനും ശിക്ഷിക്കാനും അയാൾക്ക് കഴിയും. ഒരു വക്കീലിനെ നമ്മളെ ഏൽപ്പിക്കുന്നു. കള്ളനായ വക്കീലാണെങ്കിൽ അയാൾ പ്രതിഭാഗം ചേർന്നുകൊണ്ട് ചിലപ്പോൾ നമ്മളെ ചതിക്കും. അവിടെ നിന്ന് അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ നീതി ദേവത എന്ന് പറയുന്നത് ഒരു അലങ്കാര വസ്തുവായിട്ട് അങ്ങ് മാറുകയാണ്. മറിച്ച് നീതിക്ക് നിസ്സഹായമായി പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചുറ്റുവട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ചിത്രം എന്ന് പറയാം. ഈ ചിത്രം ശരിക്കും ഒരു ഗാന്ധി സമാധിയിൽ ഇന്നിപ്പോൾ ഗാന്ധിജി വന്നു കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കേണ്ട ചുമതല കൂടി ഗാന്ധിജിക്ക് വരികയാണ്. അതായത് ആയുധങ്ങൾ കൊണ്ട് അടരാടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വർദ്ധിച്ചു. ഒരു സമാധാനം ആഗ്രഹിച്ച ഗാന്ധിജിയുടെ ഇന്നത്തെ അവസ്ഥ അതല്ല. അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപത്തിൽ പോലും ബുള്ളറ്റുകൾ വീണ് കിടക്കുന്നു. അതിനെയൊക്കെ അതൊരു സിമ്പലാണ്. ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പലാണ്. ശരിക്കും അതിൻ്റെ സ്തൂപത്തിൽ വെടിയുണ്ടയേറ്റ ഹോളുകളുണ്ട്, പാടുകളുണ്ട്. അതിലൂടെ പുതിയ ആരാണോ ഗാന്ധിജിയെ വധിച്ചു എന്ന് പറയുന്നത് അവരുടെ ദർശനങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ ബിംബങ്ങൾ അതിലൂടെ വളർന്നു പുറത്തേക്ക് വരുന്നു. അത് ഗാന്ധിസത്തെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ തത്വങ്ങളെ എല്ലാം കീഴടക്കുന്ന, കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. നമുക്ക് എല്ലാം കണ്ടും കേട്ടും കാണാതെയും ചെവിയടച്ചും വാപത്തിയും ഒക്കെ ഇരിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ ഒരു രാഷ്ട്രീയം അവസ്ഥ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് ഉദ്ദേശിച്ചത് ഈ ചിത്രത്തിലൂടെ. ഈ ചിത്രത്തിലൂടെ ഉദ്ദേശിച്ചത് ഗാന്ധിജിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഗാന്ധിജിയുടെ. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷിയുടെ രൂപത്തിലാണ് ഇതിനകത്ത് ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടെയുള്ള അണികൾ മുഴുവൻ പറന്നുപോയി. കാരണം ഗാന്ധിസം വേണ്ട, ഗാന്ധിജിയുടെ ദർശനങ്ങൾ വേണ്ട, ഒരു പക്ഷിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പക്ഷിയിട്ട മുട്ടകള് ഈ മരശിഖരത്തിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം ആരോ തള്ളിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനെ കഴിക്കാനായിട്ട് ഒരു പൂച്ച ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. കാലത്തിന്റെ ഒരു ഇരുണ്ട ഒരു കണ്ണ് അതിലേക്ക് നോക്കിയിരിക്കുന്നു. നാളത്തെ പ്രതീക്ഷകളാണ്.
ഇവിടെ ഗാന്ധിജി അവശനായി കാലത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നു, തൂവലുകൾ കൊഴിഞ്ഞു, മറ്റ് കൂടെയുള്ള അണികൾ മുഴുവൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പറന്നുപോയി. അപ്പോൾ ഗാന്ധിസമൊന്നും ഗാന്ധിയുടെ ചിന്തകളൊന്നും ഇന്ന് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഇതൊരു കാവ്യ ചിന്തയായിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം മുത്തുമണികൾ കാവ്യ ഒരു ഭാവനയുടെ ക്രിയേറ്റിവിറ്റിയുടെ മുത്തുമണികൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് വാരി ആകാശത്തേക്ക് വിതറി ചിന്തകളെ അനന്തതയിലേക്ക് പറത്തിക്കൊണ്ട്, ഭാവനയുടെ അനന്തതയിലേക്ക് പറത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കവിയായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിലെ ഒരു ലിറ്ററേച്ചർ ഉണ്ടല്ലേ? ഒരു കാവ്യമാണ്. ഒരു കവിത എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു സിമ്പിളാണ്. ഭാവനകൾ അനന്തതയിലേക്ക് പറന്നു പോകുന്നു, മുത്തുമണികൾ കയ്യിലുള്ള ചിന്തകൾ, ഭാവന ഒക്കെ ഇങ്ങനെ വാരി വിതറി നിൽക്കുന്ന ഒരു കവിയാണ്. പറയട്ടെ. ഇത് ഏകദേശം 1985 വരച്ചൊരു ചിത്രമാണ്. എൻ്റെ ആദ്യകാല രചനകളിലൊന്നാണ് ഇത്. യുദ്ധം എന്നാണ് ഞാൻ ഇതിന് പേര് കൊടുത്തത്. കാരണം യുദ്ധം എന്ന് പറയുന്നത് എന്തായിരുന്നാലും യുദ്ധം നാശമാണ്. അപ്പോൾ ഈ യുദ്ധത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് മനുഷ്യനോട് സ്നേഹമുള്ള ഏതൊരാളും ചെയ്യേണ്ടത്. പക്ഷെ അതിവിടെ ചെയ്യുന്നില്ല എന്നുള്ള ഒരു സംഘർഷമാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. അതാണ് ഈ ചിത്രത്തിന് ഇതാവുന്നത്. ഇതൊരു സിംബോളിക്കായിട്ടുള്ളതാണ്. ഒരു ട്രെയിനിൽ നിറച്ച്, ഗുഡ്സ് വാഗൺ നിറച്ച് പൂക്കളും ചെടികളുമായിട്ട് ഇങ്ങനെ വരുന്നു. അതൊരു സചേതനമായ ഒരു സിമ്പലാണ്. അത് മനുഷ്യൻ്റെ ആവാം, സചേതനമായ ഏതിനെയും അത് ബിംബവൽക്കരിക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു മഹാവിപത്തിലേക്ക് വരുന്നു. അതൊരു അഗ്നിയിലേക്കാണ് വന്ന് വീഴാൻ പോകുന്നത്. ആ അഗ്നിയിൽ വന്ന് വീഴുമ്പോൾ മഹായുദ്ധത്തിലേക്കാണ്, നാശത്തിലേക്കാണ് വന്ന് വീഴാൻ പോകുന്നത്. അതിൽ വീണ് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നശിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന വലിയ നേതാക്കന്മാരോ ലോക നേതാക്കളുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് അതിൻ്റെ യുദ്ധത്തിൻ്റെ കാരണം കണ്ടെത്തി അത് ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കുറേ വണ്ടുകൾ ഈ അഗ്നിയെ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ബിംബമാണ്. അതായത് പൂക്കളും വണ്ടുകളും തമ്മിൽ, പൂക്കളെ സ്നേഹിക്കുന്നവരാണ് വണ്ടുകൾ, ശലഭങ്ങളും ഒക്കെ. അപ്പോൾ അത് അഗ്നിയെ കെടുത്താൻ, പൂക്കളെ രക്ഷിക്കാനായിട്ട്, ചെടികളെ രക്ഷിക്കാനായിട്ട് അതിൻ്റെ ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ കോടാനുകോടി ഉറുമ്പുകൾ ചേർന്ന ഒരു ആനയെ കൊല്ലാൻ പറ്റും. അതുപോലെ ഒരുപാട് വണ്ടുകൾ ചേർന്ന ഒരു പക്ഷേ തീയെ കെടുത്താൻ പറ്റും. കുറേ എണ്ണം അതിൽ കെട്ടുപോകുമായിരിക്കും, ആത്മാഹുതി ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ അതിനുള്ളൊരു ശ്രമമാണ് വണ്ടുകൾ നടത്തുന്നത്. ഇത് നമ്മുടെ തന്നെ ഒരു സാന്നിധ്യമാണ്. നമ്മുടെ എന്ന് പറയുമ്പോൾ ഇതിനെ ആരാണോ നിയന്ത്രിക്കേണ്ടത്, ആരാണോ ചെറുക്കേണ്ടത്, അവരുടെയൊക്കെ ഒരു സാന്നിധ്യമാണ്. അത് ആ കസേരയിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. അത് ഈ യുദ്ധമെന്ന് പറയുന്നത് ലോക യുദ്ധങ്ങളാവാം, ചെറിയ ചെറിയ യുദ്ധങ്ങളാവാം, ചെറിയ ചെറിയ സംഘർഷങ്ങളാവാം, എല്ലാം ഇത്തരം ഒരു കുടുംബത്തിനുള്ളിൽ നടക്കുന്നതാവാം. എല്ലാ സംഘർഷങ്ങളും ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. ഇതൊരു 1985 വരച്ച ചിത്രമാണ്. എൻ്റെ ആദ്യകാല ചിത്രങ്ങളിലൊന്നാണ്. ഇത് 1986 വരച്ചാണ്. ലൈഫ് എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ കുറച്ചൊരു ഫിലോസഫിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അർത്ഥശൂന്യത, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ആ കാലത്ത് 1985 ശരിക്കും അത്തരം ഒരു ചിന്തകൾ വല്ലാണ്ട് ഇരുന്നു. ജീവിതം അർത്ഥശൂന്യമാണെന്നും ക്ഷണികമാണെന്നും ഒക്കെയുള്ള ഒരു ചിന്തയാണ് അക്കാലത്ത് വല്ലാണ്ട്, ഇക്കാലത്തും ഉണ്ട്. പക്ഷെ എങ്കിലും അക്കാലത്ത് അതിനെ പ്രകടമായിപ്പിക്കുകയായിരുന്നു ഈ ചിത്രത്തിലൂടെ. ഇതിൽ മുട്ട പൊട്ടി വരുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ ആ മുട്ടയിൽ നിന്ന് പൂർണ്ണമായും മോചിച്ച് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ അയാളിലെ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞു. ശിരസിൻ്റെ ഭാഗത്ത് നിന്ന് പുക ഇങ്ങനെ ഉയരുന്നുണ്ട്. അതൊരു ചുടലയിൽ നിന്ന് ഉയരുന്ന പുക പോലെ അത് വരുന്നു. അതായത് ഒരു മനുഷ്യൻ ജനിച്ച് പൂർണ്ണമായും അവൻ്റെ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വാർദ്ധക്യം ബാധിക്കുക. അത്ര ഷോർട്ടാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഇതെല്ലാം അതിനത് ഭൂമിയായിട്ടുള്ള ബന്ധമെന്ന് പറയുന്ന ഒരു ചെറിയ കാറ്റടിച്ചാൽ പൊട്ടാവുന്ന തരത്തിലുള്ള ബന്ധമാണ് ഇതിനുള്ളത്. അത്രമാത്രം ബന്ധമേ ഉള്ളൂ. ഏത് നിമിഷവും നമുക്ക് ഈ അറ്റുപോകാവുന്ന ഒരു ബന്ധം മാത്രമാണ്. ഇതിൻ്റെ വേരുകളെ നിലത്തുറയ്ക്കുന്നുമില്ല. ഇവിടെ ഒരു പ്രൊഫൈലായിട്ടുള്ള ഒരു ഫേസ് പോലെയുണ്ട്. അത് ശരിക്കും നമ്മുടെ വർത്തമാനകാലത്തിനും ഭൂതകാലത്തിനും ഇടയിലുള്ള ഭാവി കാലത്തിനും ഭൂതകാലത്തിനും ഇടയിലുള്ള ഒരു വർത്തമാനകാലത്തിൻ്റെ ഒരു ബിംബമായിട്ടാണ് ഈ മുഖം നിൽക്കുന്നത്. അതും ഇങ്ങനെ ഫ്ലെക്സിബിളാണ്, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന, ഒരു ബലവും ഇല്ലാത്ത ഇതാണ്. ഇത് നമ്മുടെ എൻ്റെ ഒരു ജീവിത ദർശനമായിട്ട് ഞാൻ ആ കാലത്ത് വരച്ചതാണ്. ഇനിയും വളർന്നു വരാനുള്ള കുരുന്നുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് ഇത്. ലൈഫ് എന്നായിരുന്നു ഇതിന് പേര് കൊടുത്തത്.
ഇത് ആവർത്തിച്ച് വരുന്ന ഒരു എൻ്റെ ചിത്രരചനയ്ക്കും ഇത് ശില്പമാണ്, ഒരു റിലീഫ് വർക്കാണ്. പലപ്പോഴും വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിലും ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു പണച്ചാക്കിന് മുകളിലാണ് ഇയാളിരിക്കുന്നത്. ശരിക്കും ആ പണച്ചാക്ക് പൊട്ടി രൂപ ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നുണ്ട്. അതൊരു സിമ്പലാണ്, അത് മുഴുവൻ പണമാണ് എന്നുള്ള അത് കാണിക്കാനായിട്ടാണ്. അതിൻ്റെ പുറത്തിരിക്കുന്ന അയാളുടെ ആവനാഴി, ശിരസ്, കഴുത്തിൻ്റെ ഉള്ളിൽ ഒരു ആവനാഴി പോലെ ആയിട്ട് അത് മുഴുവൻ അമ്പുകളുമായിട്ട് അയാൾ ആരെ നേർക്ക്, ശത്രുവിന് നേർക്കെ ഉപയോഗിക്കാനായിട്ടിരിക്കുന്നു. ഡോക്ടറുണ്ട്, ഇയാളുടെ ചൂണ്ടയിൽ കൊരുത്ത് കിടക്കുന്ന ഡോക്ടർമാരുണ്ട്, വക്കീലുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരും ഇങ്ങനെ വിലക്കെടുത്തുകൊണ്ട് ഒരു അധികാരവും സമ്പത്തുമുള്ള ഒരാൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളാണ് ഈ ചിത്രത്തിലെന്ന് പറയാം. പക്ഷേ ഇതൊരു നമ്മൾ നീതിബോധമുള്ള ഒരു മനുഷ്യനും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കൂട്ടുനിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധമായിട്ടാണ് ഈ ചുറ്റും ഇങ്ങനെ മറ്റ് പല എതിർപ്പുകളും വരുന്നു. ഒരു കാലത്ത് ഇതിനെ നശിപ്പിക്കുമെന്നുള്ള നമ്മുടെ ഒരു മിഥ്യാസ്വപ്നമാവാം, വ്യാമോഹമാവാം. പക്ഷെ അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് അത് അവസാനിക്കുന്നത്. ഇതൊരു കൗതുകം പോലെ വരച്ചതാണ്. അതായത് മത്സ്യം കൂർമ്മം എന്ന് പറയുന്ന അവതാരങ്ങൾ പറയുന്നുണ്ട്. അതില് മത്സ്യത്തിന്റെ സ്ഥാനത്ത് ഇപ്പോ പാഞ്ഞു പോകുന്ന വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളാകുന്നു. കൂർമ്മം എന്ന് പറയുന്നത് പാറ്റൺ ടാങ്കുകളായിട്ട് മാറുന്നു. അപ്പോ ഈ അത്തരത്തിൽ ഒരു സങ്കല്പമാണ് ഈ ചിത്രത്തിലൂടെ ഉദ്ദേശിച്ചത്. സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു. അതെ. ശരിക്കും യാതൊരു സങ്കീർണതകളും ഇല്ലാത്തൊരു ചിത്രമാണ്. മിനിമൽ ആർട്ട് എന്ന് പറയാവുന്ന, അതെ, മിനിമൽ ആർട്ടിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ്. അതായത് നമ്മൾ തന്നെയാണ് നമ്മുടെ കവചം, നമ്മുടെ സംരക്ഷണം എന്നുള്ള ഒരു സന്ദേശമാണ് അതിലൂടെ ഉള്ളത്. ആ ഒരു മുട്ട വിരിഞ്ഞു വന്നിട്ടില്ല, പക്ഷെ അതിനുള്ളിൽ ചിറകുകളുണ്ട്. ആ ചിറകുകളെ നമ്മുടെ കവചമാവുള്ളൂ. നമുക്ക് നമ്മൾ തന്നെയാണ് കവചം, രക്ഷ എന്നുള്ള എൻ്റെ ഒരു സിമ്പലാണ് ഇത്. നമ്മുടെ ഈ കപ്പ് കേക്കിന്റെ ഒരു രൂപം കൂടെ ഉണ്ട്. കപ്പ് കേക്കില്ലേ? അത് അങ്ങനെയും പറയാം. ശരിക്കും ചിത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടഭിപ്രായമുണ്ട്. ചിത്രങ്ങൾ സ്വയം സംസാരിക്കുന്നതാണ്, നമ്മൾ എന്തിനാണ് വിശദീകരിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ബുദ്ധിജീവികളായിട്ടുള്ള വലിയ ആൾക്കാരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. ഒരു ചിത്രകാരൻ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജോലി കഴിഞ്ഞു, ബാക്കി കാണുന്നവനിലൂടെയാണ് ചിത്രം വളരേണ്ടതും അറിയേണ്ടതും എന്നുള്ളത് അതൊരു വളരെ സത്യസന്ധമായ ഒരു പ്രസ്താവനയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയിൽ അങ്ങനെ ഒരു ചിത്ര സാക്ഷരത കേരളത്തിലില്ല. ഇപ്പോൾ കഥകളിയുടെ മുദ്രകൾ അറിയുന്നവനെ കഥകളി അറിയാൻ പറ്റുള്ളൂ. ചിത്രം ഒരുപാട് മാറ്റങ്ങൾക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഹാരപ്പ, മൊഹൻജദാരോ ഗുഹാ ചുവരുകളിൽ തുടങ്ങുന്ന ചിത്രങ്ങളിൽ തുടങ്ങി ഒരുപാട് മാറ്റങ്ങളിലൂടെ, ട്രൈബൽ ആർട്ടിലൂടെ, മ്യൂറൽ ചിത്രങ്ങളിലൂടെ, പലതര തഞ്ചാവൂർ പെയിൻറ്റിങ് പോലെ അല്ലെങ്കിൽ മുഗൾ പെയിൻറ്റിങ് പോലെ ഇങ്ങനെ മാറി 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 ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നാണ് റിയലിസത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് മറ്റ് ക്യൂബിസം, എക്സ്പ്രഷൻസ്, ഇംപ്രഷൻസ്, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ലോകത്ത് ഇത്രമാത്രം പരീക്ഷണങ്ങൾ നടന്ന വേറൊരു കലയുമില്ല. സാഹിത്യത്തിലും കവിതയിലും ഒക്കെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പരീക്ഷണങ്ങൾ ആദ്യം നടന്നിട്ടുള്ള ചിത്രകലയിലാണ്. അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ നടന്ന ഒരു ചിത്രകലയുടെ ഇങ്ങേ അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ അത്തരമൊരു സാക്ഷരത സാധാരണക്കാരനില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചിത്രത്തെക്കുറിച്ച് ചിത്രകാരന് പറയുന്നത് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഈ ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നത്. ഇത് ഒരു പക്ഷേ ചിത്രങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് കാണുന്ന പലർക്കും ഒരുപക്ഷെ അരോചകമായി തോന്നാം, പക്ഷെ അതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്ക് യു. ഒന്ന് കുഴപ്പമിതാണ്. അപ്പോൾ ഞാൻ ഷാഹി ഇഫക്റ്റ് എന്നാണ് ഒരു ചാനലിൻ്റെ പേര്. ഇഫക്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ചാനലുണ്ട്. ഇഫക്റ്റ് മാഗസിൻ, ഒരു പ്രിന്റഡ് മാഗസിനുണ്ട്. ഇഫക്റ്റ് ന്യൂസ്.in വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ എല്ലാം ഇഫക്റ്റ് ന്യൂസാണ്. അപ്പോൾ കണ്ടതിൽ സന്തോഷം സർ. സാറിൻ്റെ ഒരു നീതിക്ക് വേണ്ടിയുള്ള, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, അതായത് സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് എല്ലാവിധ സപ്പോർട്ടും തരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നേമം പുഷ്പരാജിൻ്റെ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. പുതിയ തലമുറയ്ക്ക് ഇതൊരു ആവേശമായിരിക്കട്ടെ. സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവും
ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കലാകാരന്മാരെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കാണാം. ഗുഡ് ലക്ക്.